ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ മരണ ദിവസം അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട സമയത്ത് ആ കുടുംബമോ കോൺഗ്രസ് പാർട്ടിയോ ഒന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ വിനായകന്റെ അവസ്ഥ തെരുവിൽ എന്താകുമായിരുന്നു? അതിന്റെ ഭാഗമായി അദ്ദേഹം ബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ വിഷയം. അധികമായ ഡ്രഗ്സിന് അടിമപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് പിണറായിസത്തിന്റെ പ്രിവിലേജാണ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിവിലേജ് ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത്. നടൻ വിനായകൻ നിരന്തരമായി ഫേസ്ബുക്കിൽ അസഭ്യ പോസ്റ്റുകൾ ഇടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നുസൂർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ വിനായകൻ നടത്തുന്ന ചില പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പല ഘട്ടങ്ങളിലും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ നിയമപരമായി ചെറിയ വകുപ്പുകൾ, ഒരു ചലച്ചിത്ര താരം എന്നുള്ള പ്രിവിലേജ് കൊടുക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ അന്നൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ ആ തരത്തിൽ ചെറിയ വകുപ്പുകളൊക്കെ ചുമത്തി അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ വിടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങളെല്ലാം പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സെപ്റ്റംബർ 2024 പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി. അത് നമ്മുടെ CSF ഉദ്യോഗസ്ഥരുമായി ഹൈദരാബാദ് യാത്രയിൽ അവിടെ ഉണ്ടായത്, അവിടെ കേസെടുത്തിട്ടുണ്ട്. അന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 ഫ്ലാറ്റിന്റെ അവിടെ നഗ്നതാ പ്രദർശനം നടത്തിയതിൻ്റെ കേസെടുത്തിട്ടുണ്ട്. അന്ന് കേസെടുത്തില്ല. അന്ന് പരാതി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല. പക്ഷെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടിയ വിഷയം, അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അന്ന് പക്ഷെ കേസെടുത്തില്ല, അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട്. അതുപോലെ മീ ടു കേസ് 2019 ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ശക്തമായി വന്നിരുന്നു. അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. 2023 ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. IPC 153, 297, 120 സെക്ഷനുകളൊക്കെ ഇട്ട് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം, ബഹുമാനായ ഇന്നത്തെ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ അടക്കം അദ്ദേഹത്തിന്റെ കുടുംബം എടുത്ത ഒരു നിലപാട് അദ്ദേഹത്തോട് അത്തരത്തിലുള്ള ഒരു സമീപനമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്ന് എടുത്തത്. അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഇത് പരസ്യമായി പൊതുരംഗത്ത് വന്നിട്ടുള്ളതും എന്നാൽ രഹസ്യമായി ഒതുക്കി തീർക്കപ്പെട്ടിട്ടുള്ളതുമായ ഒട്ടേറെ കേസുകൾ വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള ഒരു തരത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് അദ്ദേഹം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞു വരുന്തോറും ദൈനംദിനം അദ്ദേഹം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്നു എന്നുള്ള ഒരു ഭാഗമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഈ തൊട്ടടുത്ത ദിവസം ബഹുമാനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ മലയാളികൾ ഏറെ ആദരിക്കുന്ന KJ യേശുദാസിനെയും ഒക്കെ പറ്റി നടത്തിയ പരാമർശങ്ങൾ. ഇപ്പൊ നമുക്ക് ആർക്കെതിരെയും ഏത് തരത്തിലുമുള്ള പ്രതികരണം നടത്താം. പക്ഷെ ആ നടത്തുന്ന പ്രതികരണങ്ങൾക്കൊരു അതിർവരമ്പുണ്ടാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വിനായകൻ നടത്തുന്നത് അതിർവരമ്പുകളുടെ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് ഏറ്റവും മോശമായ അറപ്പുളവാക്കുന്ന ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ പ്രതികരണങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള പ്രിവിലേജ് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് പിണറായിസത്തിന്റെ പ്രിവിലേജാണ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിവിലേജ് ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള DGPക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും KJ യേശുദാസിന്റെയും വിഷയത്തിൽ പരാതി നൽകിയിട്ട്
അതിൻ്റെ തുടർ നടപടികൾക്ക് ഒരു തരത്തിലും ഉള്ള നയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം ബോധം വന്നപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ വിഷയം, അധികമായ ഡ്രഗ്സിന് അടിമപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധം വീഴുമ്പോൾ അദ്ദേഹം സോറി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു. അതിട്ട് വീണ്ടും അടിമപ്പെട്ടപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ ഏറ്റവും അറപ്പുളവാക്കുന്ന ഭാഷയിൽ, നിങ്ങളത് വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുകയാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഏറ്റവും അറപ്പുളവാക്കുന്ന ഭാഷയിൽ പ്രതികരിക്കാവുന്നതിന്റെ ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ അത് പ്രതികരിച്ചു. അതും ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് പ്രതികരിച്ചു. 3 സംഘടനകൾ 3 പേർ പരാതിയുമായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ആളുകൾ തന്നെ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ആക്ടിവിസ്റ്റുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനകത്തൊരു എഫ്ഐആർ ഇട്ട് കണ്ടിട്ടില്ല. അവിടെയും അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ്, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ചലച്ചിത്ര താരത്തിന്റെ പ്രിവിലേജ് അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രിവിലേജാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചാൽ, ഒരു വനിതയ്ക്ക് നേരെ ഇങ്ങനെ ഒരു അസഭ്യവർഷം ചൊരിഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും നടക്കുന്നത്? ഏത് വകുപ്പിട്ടാണ് കേസെടുക്കാനുള്ളത്? എന്തെങ്കിലും അനങ്ങി? ഇതുവരെ അനങ്ങിയിട്ടില്ല. കേരളത്തിലുള്ള ചെറുപ്പക്കാരുടെ കൈക്കരുത്തറിയേണ്ട സ്ഥിതിയിലേക്ക് ഒരു നടനെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ മരണ ദിവസം അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട സമയത്ത് ആ കുടുംബമോ കോൺഗ്രസ് പാർട്ടിയോ ഒന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ വിനായകന്റെ അവസ്ഥ തെരുവിൽ എന്താകുമായിരുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതിനുശേഷം ഗാന്ധിയെ പറഞ്ഞ വാചകം അച്യുതാനന്ദന്റെ മരണത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നിയത്, അച്യുതാനന്ദനെ പറ്റി വരെ പറഞ്ഞ ആ ഭാഷ, അതേ ഭാഷ തന്നെ തുടർന്ന് ഗാന്ധിയെ പറ്റി പറയുന്നു, നെഹ്റുവിനെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ ഇന്ദിരയെ പറ്റി പറയുന്നു, ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുന്നു. അപ്പോ ഇത് വിവരമില്ലായ്മയല്ല, സംസ്കാരമില്ലായ്മയല്ല, ഇത് അദ്ദേഹത്തിനുള്ള മറ്റേതോ രോഗമാണ്. അപ്പോ സ്വാഭാവികമായി അത് പറയുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മരിച്ചാലും ഒരു മനുഷ്യനോട് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായുള്ള കമ്മ്യൂണിസ്റ്റുകാരന് തോന്നേണ്ട ഒരു വികാരം പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തോന്നിക്കണ്ടില്ല. അതിന് പകരം അതില് പിണറായിസത്തിന്റെ ഒരു ചുവടുകൂടെ വെച്ചുകൊണ്ട് അതിലും ഈ വിനായകനെതിരെ ഒരു നടപടിയും എടുത്തു കണ്ടില്ല. സ്വാഭാവികമായും വിനായകൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ, ഒരു നല്ലൊരു ചലച്ചിത്ര നടനെ അദ്ദേഹം സ്വയം കമ്മ്യൂണിസത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ തെമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ അതിന് കുടപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുകയാണ്. ഇതിന്റെ പരിണിത ഫലം ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന് അവരുടെ വികാരം ഏറ്റുവാങ്ങേണ്ടി വരും. അത് തെരുവിലായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതിനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കരുത്, ഗവൺമെന്റ് ഉണ്ടാക്കരുത്, പോലീസ് ഉണ്ടാക്കരുത്. ശക്തമായ നിയമ നടപടികൾ ഈ വിഷയത്തിൽ എടുക്കണം. സൈബർ ആക്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിമിനൽ ആക്ടുകളെല്ലാം അദ്ദേഹത്തിനെതിരെ ചുമത്തണം. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുന്നതിന് പുറമെ നല്ല ഒരു ചികിത്സ കൂടി ലഭ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി മാറ്റി നല്ല കലാകാരനായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ നാട് കടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ള അഭ്യർത്ഥന പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DGPക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പിണറായി സർക്കാർ നടൻ വിനായകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നാണ് നുസൂർ പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.